ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ഏവറിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലെ വിഷയം നമ്മൾ തമ്മിലിൽ പറഞ്ഞ പോലെ അക്വ B1 ഇനോ ഒപ്പലൈൻ, അതുപോലെ തന്നെ അക്വ B2 ഇനോ ഒപ്പലൈൻ. അപ്പം അതിൻ്റെ ഫ്യൂച്ചറിൽ ആ ബേഡുകളുടെ പെയറിങ്ങിന് വേണ്ടി നമ്മൾ ഏതൊക്കെ ബേഡുകൾ നമ്മുടെ ഏവറിൽ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പാർബ്ലൂ ഇനോ ഒപ്പലൈൻ അധികം ആൾക്കാരുടെ കയ്യിലില്ലാത്തൊരു മ്യൂട്ടേഷനാണ്. സാധാരണ ലുട്ടിനോ ഒപ്പലൈൻ ഒക്കെ നമ്മുടെ ഏരിയയിലുണ്ടാവാം. അതുപോലെ തന്നെ മറ്റുള്ള ആൽബിനോ ഒപ്പലൈൻ, ലുട്ടിനോ ഒപ്പലൈനൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിൽ സുലഭമാണ്. അപ്പം അങ്ങനെയുള്ള ബേഡുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പെയറിങ്ങാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു തരാൻ പോണത്. അതായത് എല്ലാവർക്കും അറിയാം, റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള അക്വ B1 B2 മ്യൂട്ടേഷൻ. അപ്പോൾ ഫ്യൂച്ചറിലൊക്കെ അങ്ങനെയുള്ള അക്വ B1 B2 ബേഡുകളൊക്കെ നമ്മുടെ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഇടാൻ പറ്റിയ ബേഡ് എന്ന് പറഞ്ഞാൽ പാർബ്ലൂ ഇനോപ്പലൈനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ലുട്ടിനോപ്പലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ആൽബിനോപ്പലൈൻ ഉണ്ട്. പക്ഷേ ആൽബിനോപ്പലൈൻ പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ലുട്ടിനോപ്പലൈനൊക്കെ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ സുലഭമാണ്. അപ്പം അങ്ങനെയുള്ള ബേഡുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്രിമിനോ ഒപ്പലേന എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ക്രിമിനോ ഒപ്പലേന വെച്ചിട്ട് അക്വ B1 B2 ബേഡുകളൊക്കെ നമ്മുടെ ഏരിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫ്യൂച്ചറിലൊക്കെ നമ്മുടെ ഏരിയയിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം 1-2 ഏരിയയിൽ അക്വ ബേഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ 1-2 കേരളത്തിൽ തന്നെ 1-2 ഏരിയയിലൊക്കെ അക്വ ബേഡുകൾ വന്നിട്ടുണ്ട്, B1 B2 ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ബേഡുകളൊക്കെ എടുത്തിട്ട് നമ്മൾ എങ്ങനെ അക്വ B1 ഓർ B2 ബേഡുകളെ ഇനോ ഒപ്പലൈൻസിനെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ബേഡ് ക്രിമിനോ, അതായത് ക്രിമിനോ ഫിഷറാണത്, പാർബ്ലൂ ഇനോ ഫിഷർ. അപ്പോൾ അതിനെടുത്ത് നമ്മൾ ഒപ്പലൈൻ്റെ വർക്കിങ്ങിന് നമുക്ക് എങ്ങനെയൊക്കെ പെയർ ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള ബേഡുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെയർ ചെയ്ത് സെറ്റ് ചെയ്ത് ഇറക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ള് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു ജനറ്റിക് ആൾക്കാട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് പറഞ്ഞ സംശയങ്ങളാണ്. ഓരോ പെയറിങ് ആയിട്ട് ചെയ്ത് അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു, ഓരോ പെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാർബ്ലൂ ഇനോ ഒപ്പലൈൻ്റെ വർക്കിംഗ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും ലുട്ടിനോ ഒപ്പലൈൻസ് ഉണ്ടാവും, ലുട്ടിനോ ഒപ്പലൈൻ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിമിനോ ഫിഷറിനെ ചേർക്കാം. അതല്ല, നമുക്കിപ്പോൾ ക്രിമിനോ ഫിഷർ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ആൽബിനോ ഫിഷർ കിട്ടുമെങ്കിൽ അതിനോട്ട് പെയർ ചെയ്യും. ഇപ്പോൾ ഈ കാണുന്ന പെയറെന്ന് പറഞ്ഞാൽ ലുട്ടിനോ ഫിഷർ ഒപ്പലൈൻ, അതിൻ്റെ കൂടെ ആൽബിനോ ഫിഷറാണ്. നമ്മൾ ഏത് പെയറിങ്ങും ഒപ്പലൈൻ്റെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും മെയിൽ ബേഡുകൾ ഒപ്പലൈൻസ് ആയിരിക്കണം, മെയിൽ ബേഡുകൾ. കാരണം എങ്ങനെ വർക്കിങ്ങിന് ഫസ്റ്റ് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ മെയിൽ ബേഡ് ഒപ്പലൈൻസ് ആയിരിക്കണം. സെക്കൻഡ് പെയറിങ്ങിൽ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ഒപ്പലൈൻ എടുക്കാം. കാരണം അതിൻ്റെ ഹെഡ് സൈസും മറ്റുള്ള സെറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ഒപ്പലൈൻ ഇട്ട് ചെയ്യണം. നമ്മൾ ക്ലിയർ ഹെഡ് സൈസൊക്കെ സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അല്ലാതെ നമുക്കൊരു ഫസ്റ്റ് പെയറിങ്ങിൽ നമുക്ക് സ്പ്ലിറ്റ് ബേഡുകൾ ഇറക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒപ്പലൈൻസ് എപ്പോഴും മെയിലായിരിക്കണം. അപ്പോൾ ഈ പെയറിങ്ങിൽ നമുക്ക് ഇറങ്ങുന്ന ബേഡുകൾ ലുട്ടിനോ സ്പ്ലിറ്റ് ഒപ്പലൈൻ, സ്പ്ലിറ്റ് ബ്ലൂ മെയിൽസ് എല്ലാം 100%. അതുപോലെ തന്നെ ലുട്ടിനോ ഒപ്പലൈൻ, സ്പ്ലിറ്റ് ബ്ലൂ ഫീമെയിൽസ് എല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള ബേഡുകൾ നമുക്ക് നെക്സ്റ്റ് പെയറിങ്ങിന് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് ആരും ഇങ്ങനെയുള്ള ബേഡുകളെ സെയിൽ ചെയ്യില്ല ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ബേഡുകൾക്ക് വേണ്ടി നമ്മൾ പെയർ ചെയ്ത് നമ്മൾ ഇറക്കണം. പിന്നെ എൻ്റെ ഓപ്പോസിറ്റേക്ക് ഇടാവും ഞാൻ ഇവിടെ പെയർ ചെയ്തേക്കണ ബേഡെന്ന് പറഞ്ഞാൽ ലുട്ടിനോ ഫിഷർ ഒപ്പലൈൻ അത്യാവശ്യം എല്ലാവരുടെ ഇവരിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ബേഡുകളെ കളക്ട് ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ ഇവരിൽ സെറ്റ് ചെയ്തേക്കുന്ന ബേഡ് പാർബ്ലൂ വയലറ്റ് ഫീമെയിൽ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്പ്ലിറ്റ് ബേഡ് നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ ബേഡുകൾ ഒപ്പലൈനായിരിക്കണം. അപ്പോൾ ഇതില്ലെങ്കിൽ ഒരു ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ സ്പ്ലിറ്റിനോയിലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് പാർബ്ലൂ വയലറ്റ് ഫീമെയിൽ, അതിൻ്റെ കൂടെ ലുട്ടിനോ ഫിഷർ ഒപ്പലൈൻ മെയിൽ. അപ്പം അങ്ങനെ ഞാൻ പേരെടുക്കണം.
വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തേക്കണ ബേർഡ് പാർ ബ്ലൂ വയലറ്റാണ്. സാധാരണ പാർ ബ്ലൂ ബേർഡിലാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് ബ്രീഡേഴ്സ്. ഞാൻ എടുത്തേക്കണ വയലറ്റാണ്. കാരണം ഈ ഒരു പെയറിങ്ങിൽ നമുക്ക് ഇതിൻ്റെ സ്പ്ലിറ്റിന് എടുത്തിട്ട് ഇനോപ്പലേൻ്റെ വർക്കും ചെയ്യിക്കാം, നമുക്ക് പാർ ബ്ലൂ വയലറ്റ് ഒപ്പലേൻ്റെ വർക്കിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ബേർഡുകളാണ്. അപ്പോൾ അതിനാണ് ഇങ്ങനെ പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ പെയറിങ്ങിൽ നമുക്ക് ഇറങ്ങുന്ന ബേർഡുകൾ ഗ്രീൻ സ്പ്ലിറ്റ് പാർ ബ്ലൂ ഇനോ ഒപ്പലൈൻ, അതുപോലെ തന്നെ ഗ്രീൻ പാർ ബ്ലൂ വയലറ്റ് ഇനോ ഒപ്പലൈൻ മെയിൽസ്. ഫീമെയിൽസ് വരുമ്പോൾ ഗ്രീൻ ഒപ്പലൈൻ സ്പ്ലിറ്റ് പാർ ബ്ലൂ ഇനോ, അതുപോലെ തന്നെ വയലറ്റ് ഗ്രീൻ ഒപ്പലൈൻ പാർ ബ്ലൂ ഇനോ ഫീമെയിൽസ്. ഈ ഉള്ള ബേർഡുകൾ നമുക്ക് ഇനോപ്പലൈൻ്റെ വർക്കിനും മറ്റുള്ള പാർ ബ്ലൂവും വയലറ്റ് ഒപ്പലൈൻ്റെ വർക്കിനും എടുക്കാൻ പറ്റും. അതുപോലെ മൂന്നാമത്തെ പെയർ ചെയ്തേക്കുന്നത് പാർ ബ്ലൂ ഒപ്പലൈൻ മെയിലി, അതുപോലെ തന്നെ ആൽബിനോ ഫിഷറാണ്. ഒരു B2 ബേർഡാണത്. അപ്പം ഇങ്ങനെയാണ് ഒരു മൂന്നാമത്തെ പേർ ഞാൻ ചെയ്തേക്കുന്നത്. പാർ ബ്ലൂ ഇന്നോ ഒപ്പലൈന് വേണ്ടി സെറ്റ് ചെയ്തേക്കണ മൂന്നാമത്തെ പേരാണ് ഈ കാണുന്നത്. അപ്പം അത്യാവശ്യം ഉള്ള കളക്ഷനൊക്കെ ഉള്ള ആൾക്കാർക്ക്, B2 ബേർഡുകളൊക്കെ കയ്യിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയൊരു പെയറിംഗ് ആണത്. ഒരു പാർ ബ്ലൂ ഒപ്പലൈൻ മെയിലി, അതിൻ്റെ കൂടെ ആൽബിനോ B2 ഫിഷറാണ്, ഫീമെയിലാണ്. ഈ പേരിൽ നമുക്ക് ഇപ്പോൾ B2 ബേർഡുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് B2 ബേർഡുകളുടെ കൂടെ ഓപ്പോസിറ്റ് നമ്മൾ ഒരു ബ്ലൂ സീരീസ് ബേർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന ബേർഡുകളെല്ലാം പാർ ബ്ലൂ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഗ്രീൻ ബ്ലൂ പാർ ബ്ലൂ. പാർ ബ്ലൂ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള സീരീസിനെ അപേക്ഷിച്ച് ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ പെയറിങ്ങിൽ നമുക്ക് ഇറങ്ങാൻ പോണത് പാർ ബ്ലൂ സ്പ്ലിറ്റ് ഇനോ ഒപ്പലൈൻ മെയിൽസ്, പാർ ബ്ലൂ ഒപ്പലൈൻ സ്പ്ലിറ്റ് ഇനോ ഫീമെയിൽസ്. അതുപോലെ B2 ബേർഡ് ആയതുകൊണ്ട് ആൽബിനോ സ്പ്ലിറ്റ് ഒപ്പലൈൻ B2, ആൽബിനോ ഒപ്പലൈൻ B2 ഫീമെയിൽസ്. ഇത്രയും ബേർഡുകൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സ്പ്ലിറ്റ് ബേർഡുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ സ്പ്ലിറ്റിനോ സ്പ്ലിറ്റ് പാർ ബ്ലൂ, അതിൻ്റെ കൂടെ ക്രിമിനോ ഫിഷർ. ഈ ഒരു പേരിൽ നമുക്ക് ഗ്രീൻ സ്പ്ലിറ്റ് പാർ ബ്ലൂ സ്പ്ലിറ്റിനോ ഒപ്പലൈൻ, അതുപോലെ ലുട്ടിനോ സ്പ്ലിറ്റ് പാർ ബ്ലൂ, അതുപോലെ പാർ ബ്ലൂ സ്പ്ലിറ്റിനോ ഒപ്പലൈൻസ്, അതുപോലെ പാർ ബ്ലൂ ഇനോ സ്പ്ലിറ്റ് ഒപ്പലൈൻ മെയിൽസ് വീഴും. അതുപോലെ തന്നെ ഗ്രീൻ ഒപ്പലൈൻ സ്പ്ലിറ്റിനോ സ്പ്ലിറ്റ് പാർ ബ്ലൂ വീഴും. അതുപോലെ ലുട്ടിനോ ഒപ്പലൈൻ സ്പ്ലിറ്റ് പാർ ബ്ലൂ വീഴും. അതുപോലെ പാർ ബ്ലൂ ഒപ്പലൈൻ സ്പ്ലിറ്റ് ഇനോ വീഴും. അതുപോലെ പാർ ബ്ലൂ ഇനോ ഒപ്പലൈൻസ് വീഴും. ഈ ഒരു പേരിൽ നമുക്ക് ഫീമെയിൽസ് നമുക്ക് പാർ ബ്ലൂ ഇനോ ഒപ്പലൈൻ വീഴും. പക്ഷെ അഡ്വാൻസ്ഡ് ചെയ്യാൻ പറ്റിയ പെയറിങ് പാർ ബ്ലൂ ഒപ്പലൈൻ സ്പ്ലിറ്റിനോ അല്ലെങ്കിൽ ബ്ലൂ ഒപ്പലൈൻ സ്പ്ലിറ്റിനോ. ഇതിൻ്റെ കൂടെ ക്രിമിനോ ഫിഷറിനിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങണ ബേർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു പെയറിങ്ങിൽ നമുക്ക് ഇറങ്ങാൻ പോണത് പാർ ബ്ലൂ സ്പ്ലിറ്റിനോ സ്പ്ലിറ്റ് ഒപ്പലൈൻ, അതുപോലെ പാർ ബ്ലൂ ഇനോ സ്പ്ലിറ്റ് ഒപ്പലൈൻ മെയിൽസ്, അതുപോലെ തന്നെ പാർ ബ്ലൂ ഒപ്പലൈൻ സ്പ്ലിറ്റിനോ, അതുപോലെ തന്നെ പാർ ബ്ലൂ ഇനോ ഒപ്പലൈൻസ്. നമുക്കിതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒരു 50% നമുക്ക് ഫീമെയിൽസ് ഒപ്പലൈൻ വീഴും, പാർ ബ്ലൂ ഇനോ ഒപ്പലൈൻസ്. അപ്പം അങ്ങനെയുള്ള ബേർഡുകൾ നമുക്ക് അടുത്തൊരു അക്വ B1 ഇനോപ്പലൈൻ, അതുപോലെ തന്നെ അക്വ B2 ഇനോപ്പലൈൻ്റെ വർക്ക്. അക്വ മ്യൂട്ടേഷൻ വളരെ റെയറാണ്. അപ്പം അങ്ങനെയുള്ള ബേർഡുകളൊക്കെ നമ്മുടെ ഏവിയറിൽ വന്നതിന് ശേഷം നമുക്ക് ഇതുവരെ ഇനോ ഒപ്പലൈൻ്റെ വർക്കിന് വേണ്ടി നമുക്ക് ഈ ക്രിമിനോ ഒപ്പലൈൻസിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ബേർഡുകൾ നമ്മുടെ ഏവിയറിൽ ഇങ്ങനെ ഇതേ രീതിയിൽ ഇപ്പോൾ ചീപ്പായിട്ടുള്ള പെയറിങ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ക്രിമിനോ ഒപ്പലൈൻസ് വളരെ ചുരുക്കം ബ്രീഡർമാരുടെ കയ്യിലുള്ളൂ ഇങ്ങനെയുള്ള ബേർഡുകളൊക്കെ. അതുപോലെ അക്വ ഒപ്പലൈൻസ് ഒക്കെ, അക്വ ഇനോ ഒപ്പലൈൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്തോനേഷ്യയിലൊക്കെ അങ്ങനെയുള്ള ബേർഡുകൾ കൂടുതലുള്ളത്. കൂടുതൽ വളരെ ചുരുക്കം ബ്രീഡർമാരേ ഉള്ളൂ, റെയർ മ്യൂട്ടേഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നമുക്ക് ഇതേ രീതിയിൽ അത്യാവശ്യം ചെറിയ വെറൈറ്റി വെച്ച് നമുക്ക് ക്രിമിനോ ഒപ്പലൈൻസിനൊക്കെ ഇറക്കി അതിനുശേഷം അക്വ ബേർഡുകളൊക്കെ നമ്മുടെ ഏവിയറിൽ വന്നതിന് ശേഷം അതിനോടൊക്കെ പെയർ ചെയ്ത് ഇനോ ഒപ്പലൈൻസിന് നമുക്ക് ഇറക്കാൻ പറ്റും. അക്വ B1 അതുപോലെ അക്വ B2 ബേർഡുകൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനോ ഒപ്പലൈൻസാണ്. ഇങ്ങനെയുള്ള ബേർഡുകളൊക്കെ നമ്മുടെ ഏവിയറിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പാർ ബ്ലൂ ഇനോ ഒപ്പലൈൻ, അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ അക്വ B2 അതുപോലെ തന്നെ അക്വ B1 ഇനോ ഒപ്പലൈൻ്റെ വർക്കിങ്ങിന് വേണ്ടി പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു.
അപ്പോൾ ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ.